പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് പതിവ് പോലെ ജപമാല പ്രാർത്ഥനയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നത് ഇറാഖിൽ നിന്നുള്ള വിശ്വാസികളാണ്. നമുക്കറിയാം, പരിശുദ്ധ പിതാവ് ഇതേ സമയം 4 വർഷം മുമ്പാണ് 2021 ഇറാഖ് വിസിറ്റ് ചെയ്തത്. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം, പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇറാഖിലെ ആളുകൾ വളരെ ഹൃദയത്തിൽ താൻ സൂക്ഷിക്കുന്നെന്ന് പരിശുദ്ധ പിതാവ് പിന്നീട് പറയുകയുണ്ടായി. അപ്പോൾ ഇറാഖിൽ 4 വർഷം മുമ്പ് പരിശുദ്ധ പിതാവ് സന്ദർശിച്ചപ്പോൾ അവർക്കുണ്ടായ അനുഭവം ഇപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഒപ്പം അവർ പരിശുദ്ധ പിതാവിന് വേണ്ടി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് അവരിൽ നിന്ന് കേൾക്കാം. So the Pope was in Iraq 4 years ago, and he risked his life to be with us, and we really appreciate him, and we pray for him today to be well, and we hope that he will have a good health. അവർ പറയുന്ന ഇതാണ്, 4 വർഷം മുമ്പ് ഫ്രാൻസിസ് പാപ്പ വിസിറ്റ് ചെയ്ത് അവർ മനോഹരമായിട്ട് അത് ഓർക്കുന്നു. നല്ല മെമ്മറിയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇത്രയും ദൂരം വന്നത് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. എല്ലാ വിശ്വാസികളോടും ഒരുമിച്ച് ചേർന്ന് സഭയാകുന്ന കമ്മ്യൂണിറ്റിയിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. പിതാവ് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. ഫാദർ ജോബി കച്ചപ്പള്ളിയോടൊപ്പം വത്തിക്കാൻ സ്ക്വയറിൽ നിന്ന് ഗുഡ്നസ് ചാനലിന് വേണ്ടി ഫാദർ ജോജി പോൾ.